കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ്. CPM വിമത കൗൺസിലർ കലാരാജുവാണ് UDF സ്ഥാനാർത്ഥി. ഈ മാസം ആദ്യം UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ കലാരാജു അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. ഇതോടെ LDFന് നഗരസഭാ ഭരണം നഷ്ടമായി. അവിശ്വാസത്തിനൊപ്പം നിന്ന UDF സ്വതന്ത്ര കൗൺസിലർ PG സുനിൽകുമാറിനെ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, വലിയ പലവിധ സംഘർഷങ്ങൾക്ക് സാക്ഷിയായ നഗരസഭയാണ് കൂത്താട്ടുകുളം. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? രഞ്ജിത്ത്, ഇന്ന് രാവിലെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 11 മണിക്ക് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ അവിശ്വാസത്തിലൂടെ പുറത്തായ ഒരു സമിതി, അതിൽ പുതിയ ഒരാളെ കണ്ടെത്താൻ വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് CPM നേതൃത്വത്തിലുള്ള സമിതി പുറത്താകാൻ കാരണം? അവർ തന്നെയാണ് ഈ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നതാണ്. CPM വിമത അംഗം കലാരാജു തന്നെയാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് UDFന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അവിശ്വാസത്തിലൂടെ പുറത്തായ വിജയശിവൻ തന്നെയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത്. ഏതായാലും ഇവർ വിജയിക്കുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ്. കാരണം അവിശ്വാസത്തിലെ ഇവരുടെ പിന്തുണ വളരെ നിർണായകം തന്നെയായിരുന്നു. ഈ സമിതിയിൽ ഒരാളുടെ ഭൂരിപക്ഷം മാത്രമാണ് CPMന് അത് ഉണ്ടായിരുന്നത്. അത് നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പും നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ അറിയാം. കലാരാജു CPMനോട് ഇടഞ്ഞ് മാറിയിരുന്നു. അതിനുശേഷം അവർ തട്ടിക്കൊണ്ടുപോയി എന്നടക്കമുള്ള ഒരു പരാതി ഉയരുകയും വലിയ രാഷ്ട്രീയ വിഷയമാകുകയും എല്ലാം തന്നെ ചെയ്തതാണ്. അതിനുശേഷമാണ് അവർ വളരെ വ്യക്തമായി CPM നിന്ന് മാറുന്നു എന്നതെല്ലാം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഏതായാലും അവർ ഇന്ന് മത്സരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രത്യേകത. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കും. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് സ്വതന്ത്ര അംഗം PG സുനിൽകുമാറാണ് മത്സരിക്കുന്നത്. നേരത്തെ അവിശ്വാസത്തോടെ പുറത്തായ സണ്ണി കുര്യാക്കോസ് തന്നെയാണ് LDFന്റെ വൈസ് ചെയർമാൻ. സ്വതന്ത്ര അംഗവും നേരത്തെ അവിശ്വാസത്തിൽ UDFനെ പിന്തുണച്ച ആളാണ്. എന്തായാലും മാസങ്ങൾ മാത്രമാണ് ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി അവശേഷിക്കുന്നത്. അതിനിടയിലാണ് ഈ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ അട്ടിമറി തന്നെ കൂത്താട്ടുകുളത്ത് നടക്കുകയും ഇപ്പോൾ അതിന് പുതിയൊരു മുഖം UDF നൽകുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു.